ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇത് കന്യാകുമാരി വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഇന്നലെ കന്യാകുമാരി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിവേകാനന്ദ പാറയൊക്കെ പോയി അങ്ങനെ കന്യാകുമാരിയിൽ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്നിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ, സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മൾ നേരെ പോകുന്ന ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ ശംഖുമുഖവും കോവളവും പിന്നെ എന്താ ഭീമാപ്പള്ളിയൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ ഇവിടുന്ന് രാവിലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇച്ചിരി നേരത്തെ ഇറങ്ങണമെന്ന് ഓർത്താണ്, പക്ഷെ താമസിച്ചു പോയി. അണച്ചി അപ്പം ഞങ്ങൾ പോവാണ്. പോകുന്ന വഴി പറ്റുന്ന രീതിയിലെല്ലാം കവർ ചെയ്യാം കേട്ടോ. പോകുന്ന വഴിക്ക് നൊങ്ക് വെക്കണം കണ്ടു കേട്ടോ. അപ്പോൾ അത് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങി. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കഴിക്കാൻ ഇറങ്ങി. പക്ഷേ ഇളവനാണെന്ന് അവർ പറഞ്ഞത്. ഇതിങ്ങനെ ഗ്ലാസ്സിൽ ചിരണ്ടിയിട്ട് തരിക ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ കൊച്ചിലേക്ക് കഴിച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ചെറുതായിട്ട് ഉള്ളിൽ പൊങ്ങൊക്കെ പോലെ ആ വലുപ്പത്തിലുള്ള കട്ടിക്ക് ഇങ്ങനെ ചീന്തിയെടുത്ത് കഴിക്കുക, നമ്മൾ തന്നെ ഉരിച്ച് കഴിക്കുക ചെയ്യുന്നത്. പക്ഷേ അതല്ലായിരുന്നു. എനിക്ക് അത് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് തോന്നിയില്ല. ഇനി ഒരുപാട് കാലം കൂടി കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് ഇളവനാ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചേ. അപ്പം ഞങ്ങൾ ഗൂഗിളിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഗൂഗിളും വെച്ച് ഞങ്ങളെ ചതിച്ചു. കാരണം ബൈപ്പാസ് റോഡ് പണി നടക്കായിരുന്നു. അതവർക്ക് അപ്ഡേഷൻ ആയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ റോഡിങ്ങനെ തെറ്റി ഞങ്ങൾ വഴി തെറ്റിപ്പോയി വീണ്ടും ഈ റോഡിൽ തന്നെ വന്ന് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സംശയം വന്ന് ചോദിച്ചപ്പം ബൈപ്പാസ് പണി നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വഴി കുറച്ച് നേരം ദൂരം തെറ്റി കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം പോയി. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വഴി കണ്ടുപിടിച്ചു. കണ്ടോ, കണിക്കൊന്നയൊക്കെ അപ്പോൾ പൂത്ത് നിൽക്കുക. ഞങ്ങൾ പോയതിപ്പം 2 വീക്സ് മേളിലായിട്ടുണ്ട്. ആ പെരുന്നാളിൻ്റെ ടൈമിലാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇത് കണ്ടോ, ഭീമാപ്പള്ളി റോഡ് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭീമാപ്പള്ളി എത്തി. ഇതാണ് ഭീമാപ്പള്ളിയുടെ കയറി ചെല്ലുമ്പോഴുള്ള വ്യൂ. ദൂരെ നിന്നുള്ള വ്യൂ ഇതാണ്. അപ്പം നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എല്ലാം റോസ് കളർ പെയിൻ്റൊക്കെയാണ് കേട്ടോ അടിച്ചേക്കുന്നത് ഫുള്ളിൽ. കടയൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പം. അതുകൊണ്ട് ഒരുപാട് കടകൾ ഇനി ഓപ്പൺ ആകാനൊക്കെ ഉണ്ട്. അപ്പം അപ്പുറമായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ചെന്ന് കാർ പാർക്ക് ചെയ്തിട്ട് കയറി വരാമെന്ന് ഓർത്തേ. ഏകദേശം 500 വർഷം പഴക്കമുണ്ട് ഭീമാപ്പള്ളിക്ക്. ഇവിടെ ഭീമാ ബീവിയും അവരുടെ മകൻ സെയ്ദ് സുഹൈദ് മാഹിൻ അബൂബക്കർ എന്നിവരാണ് ഇവിടെ കേട്ടോ അടങ്ങിയിരിക്കുന്നത്. ഇവർ പണ്ട് വൈദ്യന്മാരായിരുന്നു. അങ്ങനെ ചികിത്സയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് കേട്ടോ. അപ്പം ഇപ്പോഴും അസുഖങ്ങൾ ശിഫിയാകാൻ വേണ്ടി, അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാർക്ക് നല്ല വിശ്വാസമാണ് ഭീമാപ്പള്ളി എന്ന് വെച്ചാൽ. അവിടെ വന്ന് ഒരുപാട് രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെറിയ കടകൾ കാണാൻ സാധിക്കും. കുറച്ച് ചെറിയ ഐറ്റംസ് ആയിട്ടുള്ള കടകൾ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലും കുറച്ച് കടകളുണ്ട് കേട്ടോ. അവിടെ ഖുറാന, തസ്ബി, പിന്നെ കുറച്ച് ആയത്തുകളൊക്കെ എഴുതിയ, വീടുകളിലും വണ്ടികളിലൊക്കെ തൂക്കാൻ പറ്റിയ അങ്ങനെയുള്ള ആയത്തുകളൊക്കെ എഴുതിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനുള്ളിലാണ് ഖബറുള്ളത്. പിന്നെ അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിൽ കയറി വീഡിയോ ഒന്നും എടുത്തില്ല. പുറത്തു നിന്നുള്ള എടുത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ പ്രൈവസിയല്ലേ, ഇപ്പം നമ്മളെന്തിനും ഡിസ്റ്റർബ് ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് നീങ്ങി ബാബ മെമ്മോറിയൽ മദ്രസ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് മരുന്ന് കിണറുണ്ട് കേട്ടോ. ഇത് രോഗങ്ങൾ ശിഫയാൻ വേണ്ടിയിട്ടുള്ള കിണറാണ്. ഈ കിണർ ഒരിക്കലും വറ്റില്ല കേട്ടോ. അങ്ങനെ അവിടെ ഉള്ളവർ പറയുന്നത്. ഇത് ചൂടുവെള്ളത്തിൻ്റെ കിണറുണ്ട്, പച്ചവെള്ളത്തിൻ്റെ കിണറുണ്ട്. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആണ്. കയറി കുളിക്കുകയോ കുടിക്കുകയോ എന്ത് വേണം ചെയ്യാൻ, അതിന് സെപ്പറേറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനുള്ളിലാണ് വേറൊരു ഖബറുള്ളത്. അവിടെയും ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അകത്തോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ കയറിയപ്പോൾ മാത്രം അവിടുത്തെ ഒരു വ്യൂ മാത്രമേ എടുത്തുള്ളൂ.
ഉള്ളിലെ വ്യൂ ഒന്നും എടുത്തില്ല. പിന്നെ ഇതാണ് ഭീമാപ്പള്ളിയുടെ പുറത്തു നിന്നുള്ള ചുറ്റുമുള്ള വ്യൂ കേട്ടോ. ഇപ്പം നമ്മൾ ഭീമാപ്പള്ളിയൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖത്തേക്കാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് ഓർത്തു. കാരണം നല്ല മഴയ്ക്ക് മൂടി നല്ല രീതിയിൽ മഴ പെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കുറച്ച് ദൂരം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. പിന്നെ അങ്ങ് മഴ തോർന്ന് നല്ല വെയിലായി. ഇവിടെ വന്നപ്പം മഴ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ മഴയ്ക്ക് ഒഴുകുന്നു. നല്ല ഇരുണ്ട് പുകഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി പോവാണ്. ഇനിയിപ്പം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ ശംഖുമുഖം വിടുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. മേഘമെല്ലാം നല്ല രീതിയിൽ ഇരുണ്ട് പുകഞ്ഞ് നല്ല മഴ പെയ്യണുണ്ട് കേട്ടോ. പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീഴുന്ന നല്ല വലിയ വലിയ തുള്ളികളാണ് വീഴുന്നത്. അപ്പം തിരുവനന്തപുരത്ത് 2 ദിവസമായിട്ട് മഴ പെയ്യണുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ അടുക്കാറായപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിപ്പം ശംഖുമുഖം പോകാം ഫുഡൊക്കെ കഴിച്ചിട്ട്. മഴയായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത് ഭീമാപ്പള്ളിയുടെ അടുത്ത് തന്നെയുള്ള അസംപ്ഷൻ ചർച്ചാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കടപ്പുറ ഉള്ളത്. ഇതാണ് അവിടുത്തെ കടപ്പുറം. ഇവിടെ നല്ല ഫ്രഷ് മീനുകൾ വില കുറഞ്ഞ് കിട്ടും കേട്ടോ. കടലിൽ നിന്ന് ഡയറക്റ്റ് പിടിച്ച് വിൽക്കുന്നതാണ്. കണ്ട ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് വിൽക്കുന്നത്. അപ്പം കടപ്പുറമാണ് ഈ കാണുന്നത്. ആ കാണുന്നത് കടൽ പാലമാണ് കേട്ടോ. ഇപ്പം അതിൽ നമുക്ക് കയറാൻ പറ്റുകയില്ല. കാരണം എല്ലാം നശിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് അതിലൊന്നും കയറാൻ പറ്റുകയില്ല കേട്ടോ. മഴയ്ക്ക് നല്ല രീതിയിൽ ഇരുണ്ട് പോകഞ്ഞ് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നല്ല തിരയുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും പിള്ളേർ കടലിൽ ഇറങ്ങി കളിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു മോഹം ഒന്ന് ഇറങ്ങണമെന്ന്. അങ്ങനെ ഞാനോട് ഇറങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടു നിൽക്കാനായിട്ട്. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് പോയി. സമയം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മുതൽ 4 മണിയോളം അടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോറൊക്കെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷവായി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത് നൂഡിൽസ് ആയിരുന്നു. അതാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് നൂഡിൽസ് പൊതുവെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഉച്ചസമയം ഇന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് നേരവും എന്തും ഞാൻ കഴിക്കും. അതുകൊണ്ട് നൂഡിൽസ് വാങ്ങി കഴിച്ചു. വിശപ്പങ്ങ് അടക്കി. പിന്നെ ഒരു മിൻറ്റ് ലെമണും കുടിച്ചു. അങ്ങനെ വിശപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞ് അടുത്തടുത്തേക്ക് പോയി കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ വന്നത് ശംഖുമുഖത്തേക്കാണേ.
അവിടെ നിന്നപ്പോൾ ഒരു രസകരമായിട്ടുള്ള കാഴ്ച ഞാൻ കണ്ടു കേട്ടോ. ഇത് കണ്ടിട്ടുള്ളവർക്ക് അത് അത്ഭുതമൊന്നും ആയിരിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ വള്ളം ഇങ്ങനെ ഡയറക്റ്റ് കടലിലേക്ക് തള്ളി വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ട്രാക്ടർ വെച്ച്, ട്രാക്ടർ എന്നല്ല ഇതിന് പറയുന്നത്, അത് വെച്ച് അങ്ങനെ തള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഇതൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്കൊന്നും അത് വലിയ കൗതുകമൊന്നും ആയിരിക്കത്തില്ല. നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കും. അത് രസകരമായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പം നമ്മൾ ശംഖുമുഖം ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തു, കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു, കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മളവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു വെട്ടുകാട് ചർച്ച് ഉണ്ടെന്ന്. അപ്പം അവിടെ ഇങ്ങോട്ട് ഒന്ന് പോകാമെന്ന് ഓർത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. നമുക്കവിടെ ചെന്നിട്ട് കാണാം. ഈ കാണുന്നതാണ് വെട്ടുകാട് ചർച്ച് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രീതിയിൽ ബീച്ച് വ്യൂ ആസ്വദിക്കാൻ പറ്റും. ഈ ചർച്ചിന് ഓപ്പോസിറ്റ് ബീച്ചാണ് കേട്ടോ. നല്ല രീതിയിൽ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. വളരെ വലിയ അതിമനോഹരമായ ചർച്ചാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ തടി കൊണ്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തേക്കുന്നതാണെന്നാണ് അറിഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ വന്ന സമയം എന്തോ പ്രാർത്ഥന നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്നാലും ഫുൾ വ്യൂ ചുറ്റും നിന്ന് എല്ലാം നോക്കി കണ്ടു കേട്ടോ. അങ്ങനെ ഒന്ന് പുറത്തു നിന്നെല്ലാം നോക്കി കാണാനേ നമുക്ക് പറ്റുള്ളൂ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വലിപ്പമുണ്ട് കേട്ടോ പള്ളിക്ക്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് പള്ളിയുടെ സൈഡ് വ്യൂ ആണ്. പുറമെ നിന്ന് നോക്കുമ്പോൾ തന്നെ പള്ളിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകും. അത്രയ്ക്ക് വലിയ പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്രാവശ്യം നമുക്ക് വന്നപ്പോൾ അകത്ത് കയറാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും വരുമ്പം ഉള്ളിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ പള്ളിയൊക്കെ കണ്ട് ഇനി തിരിച്ചു പോവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. കോവളം കൂടെ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഒരു 12 മണിയോട് കൂടി വീടെത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ തിരുവനന്തപുരം കാഴ്ചകൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.